ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിലെ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ചാ വിഷയമാണ് ഇലക്ട്രിക് സ്കൂട്ടർ. ഇതിലെ പ്രമുഖന്മാരായ 3 പേരെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വെൽക്കം ടു GRASS2MARS. ആദ്യമേ തന്നെ ATHER 450X സീരീസ് 1 2018 മുതലേ മാർക്കറ്റിലുള്ള കമ്പനിയാണ് ATHER. ATHERന്റെ പുതിയ വേർഷനായ 450X കഴിഞ്ഞ വർഷം 2020 ശരിക്കും പുറത്തിറങ്ങുന്നത്. അടുത്ത പ്രമുഖൻ OLA S1 Pro. ഓഗസ്റ്റ് 15 ഓല അവരുടെ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തു. ഒരു ക്യാബ് അഗ്രിഗേറ്റർ കമ്പനിയായിരുന്ന ഓലയുടെ മൊബിലിറ്റിയിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു ഇത്. ലിസ്റ്റിൽ അവസാനത്തെ ആൾ സിമ്പിൾ വൺ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഓലയെ ഞെട്ടിച്ചുകൊണ്ട്, ഓലയെ മാത്രമല്ല ഓലയുടെ ലോഞ്ച് നോക്കിയിരുന്ന നമ്മളെയും ഞെട്ടിച്ചുകൊണ്ട് വന്ന ആളാണ് സിമ്പിൾ എനർജി എന്ന കമ്പനിയുടെ സിമ്പിൾ വൺ എന്ന ഇലക്ട്രിക് സ്കൂട്ടർ. ഈ 3 കമ്പനികളും ബാംഗ്ലൂർ ബേസ്ഡ് ആണെന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് എടുത്തിട്ട് ഈ 3 വാഹനത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പാരാമീറ്റർ റേഞ്ച്. ATHERന്റെ 450X 116 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്. S1 Pro ആണെങ്കിൽ 181 കിലോമീറ്റർ. സിമ്പിൾ വൺ ആണെങ്കിലോ 236 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ ക്ലിയർ വിന്നർ എന്ന് പറയുന്നത് സിമ്പിൾ വൺ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതെല്ലാം എക്കോ മോഡിലെ റേഞ്ചാണ് ഇവർ പറയുന്നത്. രണ്ടാമത്തെ പാരാമീറ്റർ പവർ. ATHER 450Xൽ 6 കിലോവാട്ട് ശേഷിയുള്ള മോട്ടറാണുള്ളത്. S1 Proയിലും സിമ്പിൾ വണ്ണിലും 8.5 കിലോവാട്ട് ശേഷിയുള്ള മോട്ടറാണ് ഉള്ളത്. മൂന്നാമത്തെ പാരാമീറ്റർ ആക്സലറേഷനും ടോർക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഓടിച്ചിട്ടുള്ളവർക്കറിയാം ആക്സലറേഷൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല അവരെന്ന്. ATHERനാണെങ്കിൽ 0 to 40 km/h എത്താനായിട്ട് 3.3 സെക്കൻഡാണ് വേണ്ടത്. S1 Proയ്ക്കാണെങ്കിൽ അത് 3 സെക്കൻഡ് മതിയാവും. സിമ്പിൾ വണ്ണിനാണെങ്കിൽ അത് 2.95 സെക്കൻഡ് മതിയാവും. S1 Pro ഈ ആക്സലറേഷനൊക്കെ ക്ലാസ് ലീഡിംഗ് എന്നാണ് ലോഞ്ചിൽ വിശേഷിപ്പിച്ചത്. പക്ഷേ അന്ന് തന്നെ ആ ക്ലാസ്സിലേക്ക് വേറൊരു അതിഥി കൂടി വരുന്നുണ്ടെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഇക്കൂടെ തന്നെ ടോർക്കിൻ്റെ ഫിഗർ നമുക്ക് നോക്കാം. ATHERന്റെ ടോർക്ക് 26 ന്യൂട്ടൺ മീറ്റർ ആണ്. S1 Proയ്ക്ക് വീണ്ടും കൂടുന്നു, 58 ന്യൂട്ടൺ മീറ്റർ ആണ്. സിമ്പിൾ വണ്ണിൻ്റെ ടോർക്ക് 72 ന്യൂട്ടൺ മീറ്റർ ആണ്. ഒരു സ്കൂട്ടറിനൊക്കെ ഇത്രയും ടോർക്ക് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. നാലാമത്തെ പാരാമീറ്റർ ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ് ടൈമും. ATHERന്റെ ബാറ്ററി കപ്പാസിറ്റി 2.9 kWh ആണ്. S1 Proയുടെ 3.97 kWh ആണ്. സിമ്പിൾ വണ്ണിൻ്റെ 4.8 kWh ആണ്. ഇപ്പോൾ ഇതിനകത്ത് മുമ്പിൽ നിൽക്കുന്നത് സിമ്പിൾ വൺ ആണ്. ഇതിന് ചാർജിങ് ടൈം കൂടെ നമ്മളൊന്ന് പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ATHERന്റെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 0 to 80% ചാർജ് ചെയ്യാനായിട്ട് 3.5 മണിക്കൂറാണ് അവർ പറയുന്നത്. S1 Proയുടെ ആണെങ്കിൽ ഫുള്ള് ചാർജ് ആവാൻ 6 മണിക്കൂറാണ് അവർ പറയുന്നത്. 80% നിങ്ങൾ എത്രയായിരിക്കും എന്നൊരു ഊഹിച്ചാൽ മതിയാവും. സിമ്പിൾ വണ്ണിൻ്റെ ആണെങ്കിൽ 0 to 80% ചാർജ് ആവാനായിട്ട് 2.7 അവറാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 4.8 kWh സംഭരണ ശേഷിയുള്ള ഈ ബാറ്ററിയുടെ 80% ചാർജ് ചെയ്യാൻ 2.7 മണിക്കൂർ മതിയാവും. അപ്പോൾ ഏതാണ് ബെറ്റർ? സിമ്പിൾ വൺ. അഞ്ചാമത്തെ പാരാമീറ്റർ ബൂട്ട് സ്പേസ്. ATHERന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 21 ലിറ്റർ ആണ്. അതൊരു സാധാരണ സ്കൂട്ടറിൻ്റെ അതേ സ്റ്റോറേജ് കപ്പാസിറ്റി തന്നെയാണ്. ഓല പറയുന്നത് S1 Proയ്ക്ക് 2 ഹെൽമെറ്റ് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ്. അത് എന്ത് തരം ഹെൽമെറ്റ് ആണെന്ന് അവർ പറയുന്നില്ല. സിമ്പിൾ വണ്ണിനാണെങ്കിൽ 30 ലിറ്റർ ആണ് കപ്പാസിറ്റി. അതിലൊരു ഫുൾ ഫേസ് ഹെൽമെറ്റും പിന്നെ കുറച്ച് സ്പേസ് കൂടെ തരുമെന്ന് ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ആറാമത്തെ പാരാമീറ്റർ ഡിസൈൻ. ATHERന്റെ 450Xനും സിമ്പിൾ വണ്ണിനും ഏറെക്കുറെ സിമിലർ ഡിസൈനാണെന്ന് പറയാം. പക്ഷേ ഓലയ്ക്ക് കുറച്ചുകൂടി ഒരു റെട്രോ മോഡേൺ ലുക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ഓലയുടെ ഫ്ലോറിൽ ഒരു സ്പൈൻ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, പഴയ ചേതകനൊക്കെ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ ഫ്ലാറ്റ് അല്ലാത്ത ഈ സർഫസ് കാരണം നമ്മൾ എന്തെങ്കിലും വസ്തുക്കളൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. സിമ്പിൾ വണ്ണിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് നോക്കാം. സിമ്പിൾ വണ്ണിൽ ഒന്ന് പോർട്ടബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് അതിനകത്ത്. പോർട്ടബിൾ ബാറ്ററി പൂർണ്ണമായിട്ടല്ല, 2 ബാറ്ററി ഉണ്ട്. ഈ 2 ബാറ്ററിയിൽ ഒരു ബാറ്ററി പോർട്ടബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊരു നല്ല അഡ്വാൻറ്റേജ്. 2 ബാറ്ററിയും വേണമെന്നില്ല വണ്ടി ഓടാനായിട്ട്. ATHERന്റെ 450Xലാണെങ്കിലും ഓലയുടെ S1 Proയിലാണെങ്കിലും ബാക്ക് വീലിലേക്ക് റെയർ വീലിലേക്ക് പവർ കൊടുക്കുന്നത് ബെൽറ്റ് വഴിയാണ്. പക്ഷേ സിമ്പിൾ വണ്ണിൻ്റെ കേസിൽ ചെയിനാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. അത് ഇത്ര പഴയ ടെക്നോളജിയാണ്, എന്തുകൊണ്ടാണ് അവർ അതിവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് കണ്ടറിയണം. 7 ടയർ സൈസും സസ്പെൻഷനും. ഈ 3 വാഹനങ്ങളുടെയും ഫ്രണ്ട് വീലിൻ്റെയും റയർ വീലിൻ്റെയും സൈസ് 12 ഇഞ്ചാണ്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓലയ്ക്ക് മാത്രം സസ്പെൻഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓലയ്ക്ക് ഫ്രണ്ട് വീലിൽ കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ ഫോർക്ക് സസ്പെൻഷനാണ്. ബാക്കി 2 വാഹനങ്ങൾക്കും ഉള്ളത് ഫ്രണ്ട് വീലിൽ ടെലസ്കോപ്പിക് ഫോർക്കും റെയർ വീലിൽ മോണോഷോക്ക് സസ്പെൻഷനുമാണ്. 8ാമത്തെ പാരാമീറ്റർ കളർ ഓപ്ഷൻസ്. ഇതിൽ ഏറ്റവും അധികം കളർ ഓപ്ഷൻസ് നമുക്ക് വരുന്നത് ഓലയാണ്. S1ന് 5 കളറും S1 Proയ്ക്ക് 10 കളറുമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്.
കളറിൻ്റെ കാര്യം പറയുമ്പം സിമ്പിൾ വൺ ഓരോ സിറ്റിക്കും ഓരോ കളർ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പറഡ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ വണ്ണിൻ്റെ കളറ് അത് ബാംഗ്ലൂരിന് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് അവർ പറയുന്നത്. 9ാമത്തെ പാരാമീറ്റർ സർവീസ്. ഏതർ ഫോളോ ചെയ്തിരുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ്ഫുൾ ആണെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, പക്ഷെ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാമെന്നാണ് ഓലയും പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ വൺ ഏത് മെത്തേഡിലായിരിക്കും സർവീസ് കൊണ്ടുപോകാമെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. 10ാമത്തെ പാരാമീറ്റർ ക്രൂയിസ് കൺട്രോളും സൗണ്ട് ഫീഡ്ബാക്കും. ക്രൂയിസ് കൺട്രോൾ ശരിക്കും ഇലക്ട്രിക് സ്കൂട്ടറിനാണെങ്കിൽ പോലും നല്ലപോലെ റേഞ്ച് കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇതിൽ ക്രൂയിസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓല മാത്രമാണ്. S1 പ്രോയ്ക്കാണ് ക്രൂയിസ് കൺട്രോൾ പറയുന്നത്. സിമ്പിൾ വണ്ണിന് ക്രൂയിസ് കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഇനി സൗണ്ട് ഫീഡ്ബാക്കിൻ്റെ കാര്യം. നമുക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഒരു ത്രില്ല് കിട്ടാത്തതിൻ്റെ കാര്യം ഈ വ്രൂം സൗണ്ട് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ സൗണ്ട് മാത്രമല്ല, ഒരു 5 പ്രീസെറ്റ് സൗണ്ടുകളൊക്കെ ഓല കൊടുത്തിട്ടുണ്ട്. 2 സ്പീക്കർ വഴിയാണ് ഇവരത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ത്രോട്ടിൽ എത്രമാത്രം റേസ് ചെയ്യുന്നോ അതിനനുസരിച്ച് വോളിയം കൂടുന്ന രീതിയിലായിരിക്കും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇത് ഒരു പെരുന്നാൾ സെറ്റപ്പായിട്ട് മാറോ ഇല്ലയോ എന്നൊക്കെ വണ്ടി വന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. 11ാമത്തെ പാരാമീറ്റർ ഡിജിറ്റൽ ഡാഷ്ബോർഡ്. ഈ 3 സ്കൂട്ടറിൻ്റെയും സ്ക്രീൻ എന്ന് പറയുന്നത് ധാരാളം ഇൻഫർമേഷൻസ് അടങ്ങിയതാണ്. അപ്പം 3 പേർക്കും വലിയ തെറ്റില്ലാത്ത ഇൻഫർമേഷൻ ക്ലസ്റ്ററാണുള്ളത്. അവസാനത്തെ പാരാമീറ്റർ പ്രൈസ്. ATHER 450Xൻ്റെ പ്രൈസ് വരുന്നത് 1,45,000 രൂപയാണ്. ബുക്കിംഗ് എമൗണ്ട് 2,500 രൂപയും. S1 പ്രോയുടെ പ്രൈസ് 1,30,000 രൂപയും. അതിന് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പ്രീ ബുക്ക് ചെയ്യാനായിട്ട് 500 രൂപയേ ഉള്ളൂ. സിമ്പിൾ വണ്ണിൻ്റെ പ്രൈസ് വരുന്നത് 1,10,000 രൂപയാണ്. ഇതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് ഇത്ര വ്യത്യാസമുള്ള ഫിഗറാണ്. ഇത് ലോഞ്ച് ചെയ്യുന്നത് ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് ശരിക്കും ഇതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് 1,947 രൂപ. ഈ വിലയുടെ കാര്യം പറയുമ്പോഴേ ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ശരിക്കും സബ്സിഡി കൊടുക്കുന്നുണ്ട്. 1,00,000 രൂപയ്ക്കാണ് ഓലയുടെ S1 എന്ന് പറയുന്ന ആദ്യത്തെ വേരിയൻറ്റിന് എക്സ് ഷോറൂം പ്രൈസ്. പക്ഷേ അത് ഗുജറാത്തിലൊക്കെ എക്സ് ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ അത് ഒരു 80,000 രൂപയിൽ താഴെ നമുക്ക് കിട്ടും. എന്നാണ് നമ്മുടെ കേരളവും ഇങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡിയൊക്കെ കൊടുത്ത് തുടങ്ങാമെന്ന് നമുക്ക് കണ്ടറിയാം. ശരിക്കും പറഞ്ഞാൽ ചാർജിങ് സ്റ്റേഷനൊക്കെ തുടങ്ങി ഒരു നല്ല ഗസ്റ്റർ വന്നിട്ടുണ്ട് ശരിക്കും. പക്ഷേ എന്നാണ് ഇനി സബ്സിഡി കൂടി വരുന്നത് നമുക്ക് നോക്കിയിരിക്കാം. കുറച്ചേറെ കാര്യങ്ങൾ നമ്മളിവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രമാത്രം റേഞ്ചൊക്കെ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു പ്രൈമറി സ്കൂട്ടറായിട്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനെ പരിഗണിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് എടുക്കേണ്ട വണ്ടി ഏതാണെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം GRASS2MARS.